ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള ട്രോമ ബോണ്ടിങ്ങിലിരിക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവരെന്തുകൊണ്ടാണ് ആ ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും പുറത്ത് വരാത്തത്, എപ്പോഴും തൻ്റെ പാർട്ണർ നാർസിസിസ്റ്റാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാലും അല്ലെങ്കിൽ അത് നാർസിസിസ്റ്റാണെന്ന് പറഞ്ഞാലും പിന്നെയും അയാളെ സ്നേഹിക്കാനുള്ള ഒരു ടെൻഡൻസി എന്തുകൊണ്ടുണ്ടാവുന്നു നിങ്ങളുടെ ഉള്ളിൽ, പിന്നെയും ആ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ എന്തുകൊണ്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നു, ഈ വ്യക്തി പിന്നെ ചേഞ്ച് ആവും, നല്ലൊരു വ്യക്തിയായി മാറും എന്ന് നിങ്ങൾ വീണ്ടും ബിലീവ് ചെയ്തുകൊണ്ട് വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് എന്തിനു പോകുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് അബ്യൂസാണ് നേരിടേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ പിന്നെയും നിൽക്കുന്നു. ഒരുപാട് കാലത്തേക്ക് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇത് ട്രോമ ബോണ്ടിങ്ങിൽ ഇരിക്കുന്നവർക്കും ഇനി ട്രോമ ബോണ്ടിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ പ്രിവെൻഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തൻ്റെ സുഹൃത്തുക്കൾ, റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ണറിൻ്റെ വിക്ടിമായിട്ടിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി വരുന്നില്ല എന്ന് സംശയമുള്ളവർക്കും വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് നൽകുന്നൊരു വീഡിയോ ആണ്. മുൻപ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സുഹൃത്തായിട്ടുള്ള പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആ വ്യക്തി മാറി വരാത്തത്. ഞങ്ങൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതാണ് കാര്യമെന്ന്, പക്ഷേ അദ്ദേഹം അത് മാറാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം പിന്നെയും അതിനകത്തേക്ക് പോകുന്നു, അദ്ദേഹം പിന്നെയും ആ റിലേഷൻഷിപ്പിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം അതിപ്പോൾ ഏത് ജെൻഡർ ആയിരുന്നാലും ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ, ഒരു പെർപെട്രേറ്ററിൻ്റെ, ഒരു അബ്യൂസറിൻ്റെ വിക്ടിമായിരിക്കുന്ന ആൾ ആ ഒരു റിലേഷൻഷിപ്പിൽ പിന്നെയും തുടരാനുണ്ടാകുന്ന കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ആ ഒരു അബ്യൂസ് പിന്നെയും കിട്ടിക്കൊണ്ടിരുന്നാലും അവരതിൽ നിന്ന് മാറാതിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ട്രോമ ബോണ്ടിങ്ങിൽ ഇരിക്കുന്ന ഒരാൾ അവർക്ക് അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ പോലെയാണ്, ഒരു സൈക്കോളജിക്കൽ അഡിക്ഷനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നോ കോൺടാക്റ്റിലേക്ക് പോകാൻ പറയുമ്പോഴത്തേക്കും ട്രോമ ബോണ്ടിങ്ങിലുള്ള ഒരാൾ ഒട്ടും അത് പറ്റാതിരിക്കുന്നതും അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതും. ഭൂരിഭാഗം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എനിക്ക് ഷുവറാണ്, അവർ നോ കോൺടാക്റ്റിലേക്ക് പോകാൻ പറയുമ്പോഴത്തേക്കും പറ്റുന്നില്ല, അത് കഴിയില്ല, അത് പോസിബിൾ അല്ല എന്നൊക്കെയുള്ള പല എക്സ്ക്യൂസസും പറഞ്ഞ് അവർക്ക് അതിൽ നിന്ന് മാറി വരാനും അവരുടെ വെൽബീയിങ്ങിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിതം പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് വരാനും ഉള്ള സ്റ്റെപ്പ് എടുക്കാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ട്രോമ ബോണ്ടിങ് ആണ്. നമ്മളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ ആ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾ ആ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി നേടി വരാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മുക്തനാവാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ പോലെയാണ് ഈ ട്രോമ ബോണ്ടിങ്ങിൽ നിൽക്കുന്നത്. ഒരു ക്രോണിക് ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺ ആ ആൽക്കഹോൾ അബ്യൂസ് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ ഡിഫിക്കൽട്ടാണ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നാർസിസിസ്റ്റിക് വിക്ടിം റിലേഷൻഷിപ്പിൽ ഒരു ട്രോമ ബോണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ഓരോ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. ഇതൊരു നാർസിസിസ്റ്റും വിക്ടിമും തമ്മിലുള്ള ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഇടയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു ട്രോമ ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ബോണ്ടാണ്. അപ്പോൾ വളരെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് ഈ വിക്ടിമായിട്ടുള്ള വ്യക്തിക്ക് അതിൽ നിന്നും അത് റിയലൈസ് ചെയ്യുന്നത്, അതിൽ നിന്നും പുറത്ത് വരുന്നത്. അതിന് ഓരോ ഘട്ടമായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് ഈ വിക്ടിം ആക്കപ്പെടുന്ന വ്യക്തി പോകുന്ന ഒരവസ്ഥയെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് ആദ്യം ഈ നാർസിസിസ്റ്റിക്കായ വ്യക്തി വളരെയധികം ലവ് ബോംബിങ് ചെയ്തുകൊണ്ടാണല്ലോ ഈ ഒരു വിക്ടിമാക്കപ്പെടാൻ പോകുന്ന വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ ആകർഷിച്ച് കൊണ്ടുവന്ന് ഇവർ ആ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ഈ വിക്ടിമാക്കപ്പെടുന്ന വ്യക്തിക്ക് ആ ഒരു വിധേയത്വം അവിടെ നിന്നേ തുടങ്ങുകയാണ്. അതായത് വളരെയധികം ലവ് ബോംബ് ചെയ്തിട്ടുണ്ട് ആദ്യമേ, അത്രയധികം സ്നേഹം തന്ന ഒരാളാണ്, അപ്പം അയാൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് എന്നൊരു ഇമേജ് ഓൾറെഡി ഇയാളുടെ ഈ വിക്ടിമിൻ്റെ മൈൻഡിലേക്ക് കയറപ്പെട്ട് കഴിഞ്ഞു. എന്നതിന് ശേഷമാണ് ഈ പണിഷ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ഈ നാർസിസിസ്റ്റ് വിക്ടിം എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഡൈനാമിക്സ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പണിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു റിവാർഡ് ഉണ്ടായിരിക്കും. ഈ പണിഷ്മെൻ്റാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇവർ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഈ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിരന്തരമായി അബ്യൂസ് വിക്ടിം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും സ്വന്തം ഹെൽത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വിക്ടിം ഗ്യാപ്പ് എടുക്കും. ആ ഒരു ഗ്യാപ്പിൽ ഈ നാർസിസിസ്റ്റ് ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ ലവ് ബോംബിങ് ചെയ്യും, ഹൂവറിങ് ചെയ്യും, എന്താ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫേക്ക് മാനിപ്പുലേറ്റീവ് ലവ് അവരെടുത്ത് അഭിനയിച്ച് കാണിക്കും. അപ്പോൾ തിരിച്ച് വീണ്ടും ഈ വിക്ടിം റിലേഷൻഷിപ്പിലേക്ക് വരും. അപ്പോൾ ഒരു റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഇമോഷൻസാണ് പലപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ വിക്ടിമിന് അനുഭവിക്കേണ്ടി വരുന്നത്. വിക്ടിം അപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്, ഈ ആൾ അത്രത്തോളം സ്നേഹിച്ച ഒരാളാണല്ലോ, അപ്പോൾ അയാൾക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായതായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ പിന്നെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും മാറി വരും, റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം മാറി വരും എന്നുള്ള രീതിയിൽ വീണ്ടും പോകാനായിട്ട് തുടങ്ങും. ഇത് ആദ്യഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് പിന്നെയും ഈ ഒരു അബ്യൂസ് സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അബ്യൂസ് ചെയ്യും, പിന്നെ ഈ ഗ്യാപ്പ് എടുക്കും, പിന്നെ വീണ്ടും ലവ് ബോംബിങ് ചെയ്ത് ഹൂവറിങ് ചെയ്ത് ഇതിലോട്ട് തിരിച്ചു കൊണ്ടുവരും, വീണ്ടും അബ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു അബ്യൂസ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാറി നിൽക്കുന്നു, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു ടൈമിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിനെ പറ്റി ആലോചിച്ചേക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി വരുന്നതിനെ പറ്റി ആലോചിച്ചേക്കാം. അങ്ങനെ കാരണം നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അബ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുന്ന നിങ്ങൾ ഈ ഒരു ട്രോമ ബോണ്ടിങ് കാരണം ആലോചിക്കുന്നത്, ഇയാൾ മാറുമായിരിക്കും, ഇയാൾക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ അയാളിപ്പോൾ ഇത് കാണിക്കുന്നത്. കാരണം അങ്ങനെ മാറി നിൽക്കുന്ന സമയത്താണല്ലോ ഇയാൾ ലവ് ബോംബിങ് ചെയ്യുന്നതും ഹൂവറിങ് ചെയ്യുന്നതും, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിലേക്ക്, അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്നേഹം അഭിനയിക്കുന്നതും, എമ്പതി ഇല്ലാത്ത ഒരാൾ സ്നേഹം അഭിനയിക്കുന്നതും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ ഒരു ഘട്ടത്തിലായതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഓക്കെ ഇയാൾ മാറി വരുമായിരിക്കും, അല്ലെങ്കിൽ പണ്ട് കുട്ടിക്കാലത്ത് അയാൾക്ക് അത്ര അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കും അയാളിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്, നാർസിസിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നത്. ഇയാളുടെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ എനിക്ക് സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റുമായിരിക്കും. ഈവൻ ദോ ഈ നാർസിസിസ്റ്റ് ഹൈലി അബ്യൂസീവ് ആണെങ്കിലും ഈ നാർസിസിസ്റ്റിനെ വിട്ടുപോകുന്നത് നിങ്ങളിൽ ഭയമുണ്ടാക്കും. ആ ഭയം എന്ന് പറയുന്നതിനെ ഫിയർ ഓഫ് ദി അൺനോൺ എന്നാണ് പറയുന്നത്. അതായത് പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചിന്ത, അതിൽ നിന്നും ഉണ്ടാകുന്ന ഭയം. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രോമ ബോണ്ടിങ്ങിനെ സൈക്കിൾ ഓഫ് അബ്യൂസ് ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് എന്ന് പറയാം. ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യമെന്ന് പറയുന്നത്, ഓരോ തവണയും ഇവരുടെ ഹൂവറിങ് ടാക്റ്റിക്കുകളും ഇവരുടെ മാനിപ്പുലേറ്റീവായിട്ടുള്ള സ്നേഹം അഭിനയിക്കുന്ന ടാക്റ്റിക്കുകളും ഒരിക്കലും എമ്പതി ഇല്ലാത്ത, നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത, റിയലായി സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾ സ്നേഹം അഭിനയിച്ചുകൊണ്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് തിരിച്ചു പോകുന്നതും, ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളിൻ്റെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുന്നതും, വീണ്ടും അയാളുടെ അബ്യൂസ് അനുഭവിച്ച് വീണ്ടും വന്നിട്ട് വീണ്ടും തിരിച്ചു ചെല്ലുന്നതും, ഇങ്ങനെ ഓരോ തവണ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോഴും ട്രോമ ബോണ്ടിങ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് ബുദ്ധിമുട്ട് ആയിക്കൊണ്ടിരിക്കും. ബുദ്ധിമുട്ട് ആണ് എന്നുള്ളതാണ്. കാരണം ഇത് അത്രയും സ്ട്രോങ് ആവും ആ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോമുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ആളോട് ക്യാപ്റ്റീവാക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങളെ പൂട്ടിയിട്ടിരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഒരാളോട്, അത്തരത്തിൽ നിങ്ങളെ പണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടു പോകുന്ന ഒരാളോട്, അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുകയും ഒരു സ്നേഹം തോന്നുകയും കുറേ കാലം അയാളുടെ ഒപ്പം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അയാളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു രീതി, ഇതുപോലെ ട്രോമ ബോണ്ടിങ്ങിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, നെഗറ്റീവായിട്ടുള്ളൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ശരിക്കും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ട്രോമ ബോണ്ടിങ്ങും നമ്മുടെ സർവൈവൽ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടായി വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും വിക്ടിം ആയി അകപ്പെട്ടുന്ന ആളിൽ അതുണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത് ഇതിൻ്റെ. കാരണം നിങ്ങൾ നാർസിസിസ്റ്റുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്ന ഘട്ടത്തിന് മുമ്പ് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ റേസ് ചെയ്ത രീതി, നിങ്ങൾ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ കുട്ടിയായിട്ടാണ് വളർന്നു വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻസ് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൽ നിങ്ങൾ കണ്ട് വളർന്ന ഡൈനാമിക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഡൈനാമിക്സ് ആയിരിക്കും. ഒരു അച്ഛനും അമ്മയും എങ്ങനെ
ഒരു റിലേഷൻഷിപ്പിൽ തുടരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ട് വളർന്ന് പഠിച്ച് വരുന്നത്. അത് റെസിപ്രോക്കേറ്റ് ചെയ്താണ് നിങ്ങളുടെ കണ്ടീഷനിങ് നടക്കുന്നത് ചെറിയ വയസ്സിൽ. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു കണ്ടീഷനിങ് നിങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അബ്യൂസീവായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നോർമലൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയിലും നിങ്ങൾ കണ്ടുപഠിച്ചിരിക്കുന്നതാണല്ലോ. അവർ അബ്യൂസീവാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നവരാണ്. ഈ ഒരു നാർസിസിസ്റ്റിക് ട്രോമ ബോണ്ടിങ്ങിൽ കാണുന്ന അതേ സൈക്കിൾ തന്നെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ ഇടയിൽ നിങ്ങൾ കണ്ട് പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനേക്കാൾ എക്സ്ട്രീം ആയിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നോർമലാണെന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് നോർമലാണ്, ഇത് തന്നെയാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുക, ഇങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെ തന്നെയാണ് എല്ലാവർക്കും കിട്ടുക, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളിനെയൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും ഇത്തരത്തിലുള്ള ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാനും കാരണമാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്കുണ്ടായ ഈ റോങ് ആയിട്ടുള്ള പാരൻറ്റിങ് കണ്ടീഷനിങ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി വളരെയധികം എടുത്ത് പറയുന്നത്. കാരണം കുട്ടികൾ കണ്ട് പഠിക്കേണ്ടത് ശരിയായിട്ടുള്ള പാരൻറ്റിങ് മോഡലിംഗ് ആണ്. നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഒരു കുട്ടിയെ പാരൻ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതായത് ഈ ഒരു രണ്ട് പാർട്ട്നേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കണ്ട് വളരുന്നവരാണ് കുട്ടികൾ. അവർ വളരെ ഇൻ്റലിജൻ്റ് ആണ്. അത് കണ്ട് റെസിപ്രോക്കേറ്റ് ചെയ്താണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് നമ്മളെപ്പോലെ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നോർമൽ, അതാണ് ലോകം, അങ്ങനെയാണ് മനുഷ്യർ എന്നാണ് കുട്ടികൾ കരുതുക. ആ കണ്ടീഷനിങ് തന്നെയാണ് വലുതാകുമ്പോൾ കല്യാണത്തിലേക്ക് എന്നെത്തുന്ന സമയത്തും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് എത്തുന്ന സമയത്തും അവർ ചിന്തിക്കുന്നതും അങ്ങനെ ആയിരിക്കും. അതാണ് പലപ്പോഴും നമ്മുടെ ഒരു സുഹൃത്ത് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും. നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യും, അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഈ പറയുന്ന വ്യക്തി പിന്നെയും ആ ഒരു ആളോട് തന്നെ, ആ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇദ്ദേഹം എന്താണ് പിന്നെയും എത്ര അടി കിട്ടിയാലും പഠിക്കാത്തത്, എത്ര സെറ്റ് ബാക്ക് ഉണ്ടായാലും ഇയാൾ എന്താണ് ഒന്നും പഠിക്കാത്തത്, ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര കോമൺ സെൻസ് ഇല്ലാത്തത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഇവർ ആ ഒരു സൈക്കിളിനകത്ത് കിടന്നിട്ട്, ആ ഒരു ട്രോമ ബോണ്ടിങ്ങിനകത്ത് കിടന്നിട്ട് പിന്നെയും ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള അബ്യൂസുകൾ, വയലൻസുകൾ, ഫിസിക്കലായിട്ടുള്ള വയലൻസുകൾ, ഇമോഷണലായിട്ടുള്ള വയലൻസുകൾ, പലപ്പോഴും ഇമോഷണലായിട്ടുള്ള അബ്യൂസുകളും ഇമോഷണലായിട്ടുള്ള ഹാമുകളും വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കാണുന്നവരാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസുകളെക്കാളും വളരെയധികം ഹാംഫുള്ളാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്, അവരുടെ ക്യാരക്ടറാണ്, അവരുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ എല്ലാമാണ്. അതിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ഓരോ അബ്യൂസും അവരെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള അബ്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ അബ്യൂസുകളെക്കാളും വളരെയധികം ഹാംഫുള്ളാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രോമ ബോണ്ടിങ്ങിൽ നിൽക്കുന്ന സർവൈവേഴ്സ് എപ്പോഴും അവരുടെ പാർട്ട്ണറിനെ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്ണറിനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാനേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവരെപ്പോഴും ഇതൊരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരെപ്പോഴും അതിനകത്ത് ഇരുന്നിട്ട് ഓക്കെ എനിക്കാണ് പ്രശ്നം, ലവ് ബോംബിങ് ചെയ്ത സമയത്ത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇയാൾ എത്ര സ്നേഹമുള്ള ആളായിരുന്നു, എത്രത്തോളം എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ലവിങ് ആയിരുന്നു, അപ്പോൾ എൻ്റെ പ്രശ്നം കാരണമാണ്, ഞാൻ കാരണമാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ എന്നെ അബ്യൂസ് ചെയ്തത്, ഞാൻ കാരണമാണ് അദ്ദേഹം ഈ രീതിയിൽ എന്നോട് പെരുമാറിയത്. അങ്ങനെ ഞാൻ എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇയാളെ, എൻ്റെ പാർട്ട്ണറിനെ നല്ല രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ലവ് ബോംബിങ്ങിൽ കാണിച്ച ആ ഒരു രീതിയിലേക്ക്, ആ ലവ് ബോംബിങ്ങിലെ ഫേസിലേക്ക്, അല്ലെങ്കിൽ ലവ് ബോംബിങ്ങിലെ പോലെ ഒരു മനുഷ്യനായിട്ട് ആ ഒരു ആളെ എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ വീണ്ടും ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത്, ഇവരെപ്പോഴും സ്നേഹം കാണിച്ച് ഇത്തരത്തിൽ ലവ് ബോംബിങ് ചെയ്തതും ഇത്തരത്തിൽ ഇവർ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതുമെല്ലാം മാനിപ്പുലേറ്റീവായിട്ടുള്ള ഇവരുടെ തന്ത്രങ്ങളാണെന്നും, ഇവർ തിരിച്ചു കൊണ്ടുവന്ന് അബ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നതെന്നും, ഇവർക്ക് ഒരിക്കലും റിയലായിട്ട് ഒരു മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയാത്ത ആൾക്കാരാണെന്നും, അവർ ജെനുവിൻ അല്ലാത്ത ആൾക്കാരാണെന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ സമയത്ത് ട്രോമ ബോണ്ടിങ്ങിൽ ഇരിക്കുന്ന ഒരു വിക്ടിമിന്, സർവൈവറിന് സംഭവിക്കുന്നത്. ഈ ട്രോമ ബോണ്ടിങ് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, പക്ഷേ നിങ്ങൾക്ക് മാത്രമാണ് എൻ്റെ ജീവിതം തിരിച്ച് നന്നാക്കി എടുക്കാൻ കഴിയുന്നത്.
എന്നുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡൈനാമിക്കാണ്. അപ്പോൾ ഈ ട്രോമ ബോണ്ടിങ് സൈക്കിളിൽ നിന്ന് മാറി വന്ന് നിൽക്കുന്ന ഈ വിക്ടിമിന് അവർ ചിന്തിക്കുന്നത് എന്നെ ഇത്രയും ടെറിബിളായിട്ട് ആക്കിയ ആൾ ഇയാളാണല്ലോ, എനിക്ക് ഒന്നിനും കൊള്ളാത്തവളാണെന്ന് പറഞ്ഞത് ഇയാളാണല്ലോ, അപ്പോൾ ഇയാളെ കൊണ്ട് തന്നെ എനിക്ക് പറയിക്കണം ഞാൻ നല്ലതാണെന്നും ഇയാളിൽ നിന്ന് തന്നെ എനിക്ക് വാലിഡേഷൻ വേണം എന്ന് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആ ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും അവർ മാറി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ്. കാരണം അവരവരുടെ പ്രസൻസിൽ നിന്ന് മാറി വന്നിട്ടുണ്ടാവാം, ഫിസിക്കലി അവരുടെ അടുത്ത് നിന്ന് മാറി വന്നിട്ടുണ്ടാവാം, പക്ഷേ ട്രോമ ബോണ്ടിങ് സ്റ്റിൽ എക്സിസ്റ്റ്. അപ്പോൾ പലപ്പോഴും നാർസിസിസ്റ്റിന് ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല, ഈ ഒരു വിക്ടിം ഈ ഒരു ട്രോമ ബോണ്ടിങ് ബ്രേക്ക് ചെയ്ത് മാറി വരും എന്നുള്ളൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ, ഒരു സ്ട്രോങ് ഇൻഡ്യൂഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ഭയങ്കരമായിട്ടുള്ള വധഭീഷണി, നിന്നെ കൊന്നുകളയും, നിന്നെ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, നിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഞാൻ പുറത്ത് വിടും, അത് ഞാൻ എല്ലാവരും കാണിക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളും മറ്റു കാര്യങ്ങളും, കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയും, അങ്ങനെ പല രീതിയിലുള്ള ഭീഷണികൾ കാണിക്കാനും ഇവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീമായിട്ടുള്ള അബ്യൂസ് നേരിടുന്നവരിൽ പോലും ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊരു ഇൻസിഡൻറ്റ്, ഒരു സ്ത്രീയെ ഇത്തരത്തിലൊരാളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. അതിൻ്റെ ചുറ്റുമുള്ള അന്ന് നാട്ടുകാരായിട്ടുള്ള ഇവരുടെ തൊട്ട് അടുത്ത് ബന്ധമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞത്, ആ ഒരു പെൺകുട്ടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തന്നെ ചേട്ടനൊരു അബദ്ധം പറ്റിയതാണ്, ചേട്ടൻ അറിയാതെ എന്തോ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ഇമ്പൾസീവായിട്ടുള്ള സമയത്തിൻ്റെ ഇതിൻ്റെ പുറത്തങ്ങ് ചെയ്തു പോയതാണ് എന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ എക്സ്ട്രീം വേർഷനാണ് അവിടെ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഡിഫറൻസ് വരുന്നു എന്നേ ഉള്ളൂ. ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയും അതിൻ്റെ ഒരു ഡേഞ്ചറും ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പാർട്ണറിനെ പോലെയാണ് ബാക്കിയുള്ളവരെന്നും ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെന്നും ഇതൊക്കെ എല്ലാം വളരെ കോമൺ ആണെന്നും എല്ലാവരുടെ ലൈഫിലും ആരും പെർഫെക്റ്റ് അല്ലെന്നും ഓരോ പാർട്ട്നേഴ്സും അങ്ങനെയൊക്കെയാണെന്നും അവർക്ക് കുറവുകളുണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള ഓരോ എക്സ്ക്യൂസസും നിങ്ങൾ ട്രോമ ബോണ്ടിങ്ങിൽ നിൽക്കുമ്പോൾ പറയാനും വിശ്വസിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും അല്ല യാഥാർത്ഥ്യം. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അത്തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ബേസിക്കായിട്ട് ഫൗണ്ടേഷൻ കൃത്യമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും റിക്കവറിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഓരോന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. വിശദമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ആ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.